ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഞാനിന്ന് ഇക്കാടെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആഷിക്കും ഷിറിയും കൂടിയിട്ടാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുഞ്ഞാടെ അടുക്ക് വന്നു. അപ്പോൾ നാളെ ഉപ്പാടെ ഫാമിലിയിലത്തെ ഫാമിലി മീറ്റാണ്. അപ്പോൾ തസ്നി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാടെ അവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ കഴിച്ചുമാമിയുടെ അടുക്ക് പോകാനായിരുന്നു. അവിടെ മാമി കുട്ടികളുടെ ഒപ്പനയുടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐശുവിൻ്റെ അളവ് കൊടുക്കണം. അതുപോലെ നമ്മളെ വലിയവരുടെ ഒപ്പനയുടെ ഡ്രസ്സും തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുള്ള കാരണം മാമിയുടെ അടുക്ക് പോവുകയാണ്. ഫേസുമേൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറൊക്കെ വെട്ടിക്കുന്ന ഡ്യൂട്ടി. ഫാമിലി മീറ്റ് കഴിഞ്ഞിട്ട് ഒരു 6 മന്തിൻ്റെ മേലായി. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ മുന്നേ എടുത്ത് കുറേ വീഡിയോസ് ഉണ്ട് പെൻഡിങ്. അപ്പം ഞാനപ്പോൾ അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മെമ്മറി ആയിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിയും കൂടിയിട്ട് ചിക്കൻ കഴുകണ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നും ഉമ്മർക്കാട് അവിടെ രാത്രിക്ക് വിരുന്നാണ്. അപ്പോൾ കസിൻസ് എല്ലാവരും ഇന്ന് തന്നെ വരും. അങ്ങനെ ഞങ്ങൾ കഴിച്ചാമ്പ എടുക്ക് നടന്നു പോയിട്ടൊക്കെയാണ്. അപ്പോൾ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ കുട്ടികളെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് പപ്പ പോയി. അപ്പോൾ അവരെ കൊണ്ടാക്കി എന്നിട്ട് ഞങ്ങളെയും കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കുറേ കാലമായിട്ട് ഇതുപോലെ ഞങ്ങൾ പണ്ടൊക്കെ ഇതുപോലെ കുറേ നടന്നിട്ട് കഴിച്ചാമ്പടുക്ക് പോവും, അവിടുന്ന് നടന്ന് ഞങ്ങളടുക്ക് വരും, പിന്നെ തറവാട്ടിക്കും, അങ്ങനെ കുറേ ഈ പാടത്തു കൂടെയും പറമ്പിൽ കൂടെയൊക്കെ നടന്നിരുന്നതാണ്. അപ്പോൾ ആ ഒരു നെസ്റ്റുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഐശുവിന് മെറ്റീരിയലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൗദാമി വരുമ്പോൾ മെറ്റീരിയലൊക്കെ എടുത്തു. അങ്ങനെ കഴിച്ചാമി അളവൊക്കെ എടുത്ത് തയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുട്ടികളുടെ ഒപ്പയുടെ ഡ്രസ്സൊക്കെ ഒരുവിധം എല്ലാം അടിച്ചു കഴിഞ്ഞു. ഐശുവിൻ്റെ മാത്രം ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വലിയവരുടെ ഒപ്പനയുടെ ഡ്രസ്സൊന്നും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്തത് 2-3 ദിവസം മുന്നാണ് സെറ്റ് ചെയ്തത്. ഒരു 2 വീക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫാമിലി മീറ്റൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ പെട്ടെന്നായ കാരണം ഒന്നിനും കൂടുതൽ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെപ്സൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തറവാട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അപ്പോൾ തറവാട് വെച്ച് കഴിഞ്ഞാൽ ഉമ്മർക്കാട് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നും അവിടെ ഒരു വിരുന്നുണ്ട്. അപ്പോൾ മാമി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല തിരക്കിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മാമീൻ്റെ അളവൊക്കെ പറഞ്ഞിരുന്നുണ്ട്, ഇതുപോലെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടികളുടെ ഒപ്പനയുടെ പ്രാക്ടീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഐശുവിൻ്റെ കുപ്പായ അടിച്ചു കഴിഞ്ഞു. ഇത് ഒപ്പനയുടെ എല്ലാവരുടെയും ഡ്രസ്സാണ്, മാമി തയ്ച്ചതാണ് ഇതൊക്കെ. അതിലേക്കുള്ള മേച്ചുള്ള മാല അതുപോലെ തന്നെ വളയും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഒപ്പന പഠിപ്പിക്കൽ എച്ചത്തെ ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തൗസിയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതാണ് ഒപ്പനക്കുള്ള വലിയൊരുക്കുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് 2 പേർക്കുള്ള തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയെല്ലാം കൂടെ തയ്ക്കണം. അപ്പോഴത്തേനും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഷാനു, താത്തു, വെച്ചത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കൈജുവാമയും എച്ചത്തെയും പിന്നെ താത്തൊക്കെ കൂടെ തയ്ക്കായിരുന്നു. താത്ത അപ്പുറത്തെ വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തയ്ച്ചു. കണ്ണു തിരിച്ചോളെ
പൊട്ടി പൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളേ ഇതിന്റെ സമ്മതിക്കുന്നില്ല വെള്ളം തരൂലെന്ന് പറഞ്ഞു തരാം അതെടുത്ത് കഴിച്ചോളാം അത് എത്ര എടുത്ത് 42 അങ്ങനെ തയ്ക്കൽ കഴിഞ്ഞിട്ടില്ല, നല്ല തയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം സമയം അവിടെ പോയി നിന്ന് അവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് മാമിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചോറ് നിന്നിട്ടാണ് പോകൽ. മാമിയുടെ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ പാർട്സ് കറി, അതുപോലെ തന്നെ പയറുപ്പേരി, പിന്നെ മീൻ വറുത്തത്. അങ്ങനെ ഒരുവിധം എല്ലാ കസിൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉമ്മർക്കാട് അവിടെയാണ്, അവിടെ ഇന്ന് വരുന്നുണ്ട്. പിന്നെ നാളേക്കുള്ള പന്തലിടൽ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്താത്ത കാരണം അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അടിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ഷാനു താത്തൂരൊക്കെ അടിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിത്തും കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ ത്രെഡ് ചെയ്യാനൊക്കെ പോയി. ശരിക്കും രാത്രി കൊണ്ടുപോകുന്ന ഡ്രസ്സല്ലേ അതിങ്ങനെ ടൂറിൽ ഞങ്ങൾ ഇറക്കി പോകാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ടേ, ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. എവിടെ ചിത്താ ഇവിടെ എല്ലാവരും ഉള്ളിലേക്ക് പോകണം. ഇവിടെ അതല്ല ശരി പോയാൽ മതി. ഇതാണ് ഈ ചേച്ചിയുടെ വീടാ, നടക്കില്ല. ഇവിടെ നോക്കിയത് തൂങ്ങി വെച്ചതാണ്. അതല്ല ഇവിടെ ബോർഡുണ്ട് നോക്കും. ചേച്ചിതെന്നാവുന്നത് ഇങ്ങോട്ട് കുറച്ച് ഐഡിയ എത്ര കൊല്ലം മുന്നേ? ഉള്ളിലേക്ക് കിടക്കണം. 5 കൊല്ലം മുന്നേ ആണോ? 5 കൊല്ലം മുന്നല്ല. ഉള്ളിലേക്ക് കിടക്കണം. പക്ഷെ ഇത്ര ദൂരം വന്നാ ഞാൻ നമ്മളെ വഴി തെറ്റുന്ന തോന്നണേ. വെയിറ്റ് ചെയ്ത് ഇവരൊക്കെ വീടായില്ലേ, എന്നോ വന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ. ഓടിയില്ലല്ലോ കുറച്ച്. ഞങ്ങളുടെ ഒപ്പനയ്ക്കുള്ള വളമൊക്കെ വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ വള ഒരു ഗ്രീൻ കളറും അതുപോലെ റെഡ് കളറും അങ്ങനെ മിക്സ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചത്. അങ്ങനെ വള, ഹന്നാക്കോണ്, നൂല് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് പപ്പൊക്കെ വിളിച്ച് നല്ല ചീത്ത പറയുന്നുണ്ട് ഇതുവരെ വരാത്തതിന് തറവാട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഷാനു താത്തു അവരൊക്കെ നേരെ അങ്ങോട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സിൻ്റെത് മാമി വന്നിട്ട് രാത്രി അടിച്ചേക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ തറവാട്ടിലെത്തി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നിസാർക്ക, ആഷിക്ക്, പപ്പ, ഉമ്മർക്ക, ഷാജിലേൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ കസിൻസും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല പണിയിലായിരുന്നു. നിസാർക്ക് എപ്പിക്കാണ് ഫാമിലി മീറ്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാവരും. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒപ്പനൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് പപ്പാടെ സ്പെഷ്യൽ നെയ്ച്ചോറ്, ചിക്കൻ കറി ആയിരുന്നു.
ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പന അതിനു വേണ്ടിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പറയുന്നത് അവർ കളിക്കാൻ പോകുന്നത് ഒപ്പന എന്നാണ്. നമുക്ക് കണ്ടറിഞ്ഞു കാണാം. അത് കഴിഞ്ഞ് ഇതിലൂടെ ഒരു മെമ്പർ അല്ല സോറി കൊത്തീസ് എന്ന് പറയാം. കൊത്തി എന്ന് പറയാൻ പാടില്ല കേട്ടോ. ആരും ഈ കൊത്തി എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഖാലിദ് ഫാമിലിയിലെ ആദരണീയനായ അബ്ദുൾ റസാഖ് ബിലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത കാലം പ്ലീസ് ബിലാൽ കമോൺ. നോക്കണം പലതും കണ്ടിട്ടുള്ളതല്ലേ പതിയെന്നോ ചിന്തിക്കണം കരയണ്ട പൊരിയണ്ട. അടുത്ത കാലം കുനിക്ക വരുന്നുണ്ട്. ആവേശം കുനിക്കാൻ എല്ലാവർക്കും വേണ്ടി ഒരു അതിമനോഹര ഗാനം ആരംഭിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളുടെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറോപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞത്ത് ചിറോപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞത്ത് ചിറോപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞത്ത് ചിറോപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞത്ത്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവരുടെ സ്വഭാവ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാൻ ദേശങ്ങൾ തേടി.
അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും പാക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാക്ക് മിക്സ് ചെയ്യാണ്. ഇതെൻ്റെ പ്രൊഡക്റ്റായ മിറാക്കിൾ സ്കിൻ പാക്കാണ്. അപ്പോൾ അത് തൈരിൽ മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഇനി അതിടാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രാത്രി കിടക്കാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ മാമി ഇവരൊക്കെ കിടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട അവിടെ നിന്ന് കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് ഇറക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഐശ്വര്യ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ട് കിടക്കുന്നത് 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്